കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അഡ്വാൻസ്ഡ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ മൊഡ്യൂളിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദി മെക്സിക്കൻ ബൈ ജാക്ക് ലണ്ടൻ. ഈ ഒരു ഷോർട്ട് സ്റ്റോറി പബ്ലിഷ് ചെയ്യുന്നത് 1911 മെക്സിക്കൻ റവല്യൂഷൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ എഴുതപ്പെട്ടിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ അവിടുത്തെ ആളുകൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളും ഗവൺമെൻറ്റിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള ഇൻജസ്റ്റിസും ഇതിനോടൊക്കെ റിയാക്ട് ചെയ്യാൻ വേണ്ടി അവർ സ്വന്തമായി ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാണ്. ആ ഗ്രൂപ്പിൻ്റെ പേരാണ് ഹുണ്ട റവല്യൂഷണറിയ മെക്സിക്കാന എന്നുള്ളത്. സോ ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുടെ സ്റ്റോറിയാണ് നമ്മൾ ദി മെക്സിക്കൻ എന്ന് പറയുന്ന കഥയിൽ പഠിക്കുന്നത്. ആ കഥാപാത്രത്തിൻ്റെ പേരാണ് ഫിലിപ്പെ റിവേറ എന്നുള്ളത്. സോ ദി മെക്സിക്കൻ എന്ന് പറയുന്ന ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു ജാക്ക് ലണ്ടൻ ആണെന്ന്. ഇതൊരു ഷോർട്ട് സ്റ്റോറി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു മെക്സിക്കൻ പ്രിൻറ്ററുടെ മകനാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ജുവാൻ ഫെർണാണ്ടസ്. ഈ മെക്സിക്കൻ പ്രിൻറ്റർ ഹൈഡ്രോളിക് പവർ പ്ലാന്റിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് അനുഭവിക്കുന്ന ചൂഷണങ്ങൾക്കും എതിരെ ഒരുപാട് ആർട്ടിക്കിൾസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട്. ഈ വർക്കേഴ്സ് ഒരുപാട് ഇൻജസ്റ്റിസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഹൈഡ്രോളിക് പവർ പ്ലാന്റിലുള്ള വർക്കേഴ്സ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരെ സ്ട്രൈക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ പറയുന്ന ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ സോൾജിയേഴ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ട്രൂപ്പിലുള്ള ഫെഡറൽ ട്രൂപ്പിലുള്ള ആളുകൾ ഈ സ്ട്രൈക്ക് ചെയ്യുന്ന ആളുകളെ അവിടെ ലോക്ക് ചെയ്യുകയും അങ്ങനെ അവരെ എല്ലാവരെയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്യാണ്. ആ കൂട്ടത്തിൽ നമ്മളുടെ ഫിലിപ്പെ റിവേറയുടെ അച്ഛനെയും അമ്മയെയും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരും ഈ ഒരു സ്ട്രൈക്കിനെ സപ്പോർട്ട് ചെയ്ത് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തതാണല്ലോ, അതുകൊണ്ട്. എന്നാൽ ഫിലിപ്പെ റിവേറ ഇവിടെ നിന്നും എസ്കേപ്പ് ആവുകയും എന്നിട്ട് അദ്ദേഹം ടെക്സാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് അദ്ദേഹം ഹുണ്ട റെവല്യൂഷണറിയ മെക്സിക്കാന എന്ന് പറയുന്ന ഒരു മെക്സിക്കൻ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് അദ്ദേഹം പുതിയ ഒരു നെയിം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റുന്നുണ്ട്. ആ പേരാണ് ഫിലിപ്പെ റിവേറ എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ കഥയിൽ പറഞ്ഞു, ആദ്യം കഥാപാത്രത്തിൻ്റെ പേര് ജുവാൻ ഫെർണാണ്ടസ് എന്നായിരുന്നു. പിന്നീട് അദ്ദേഹം ടെക്സാസിലേക്ക് എത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി ഈ പറയുന്ന ഫിലിപ്പെ റിവേറ എന്നുള്ള പേരാക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം ഈ പറയുന്ന റെവല്യൂഷണറിയുടെ ഭാഗമായി അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സുപ്പീരിയേഴ്സ്, അതായത് ഈ മെക്സിക്കൻ ഗ്രൂപ്പിലുള്ള സുപ്പീരിയേഴ്സ് അവരുടെ റെവല്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണെന്നും അതിന് വേണ്ടത്ര ഫിനാൻസ് ഇല്ല എന്നും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് അദ്ദേഹം കേട്ടു. അപ്പോൾ അവർക്ക് ഇനി ഗണ്ണ്, അതായത് ഫ്രണ്ട് ലൈനിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഗണ്ണും മറ്റുള്ള ആയുധങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം $5000 രൂപ അവർക്ക് ആവശ്യമായിട്ടുണ്ട്. എന്നാൽ അവരുടെ കൈവശം അതൊന്നുമില്ല. അപ്പം ഇങ്ങനെ വളരെ ഫിനാൻഷ്യൽ ക്രൈസിസ് അവർ ഫേസ് ചെയ്യുകയാണ് എന്നുള്ളത് സുപ്പീരിയേഴ്സിൻ്റെ സംസാരത്തിൽ നിന്നും നമ്മളുടെ ഫിലിപ്പെ റിവേറ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഫിലിപ്പെ റിവേറ ഇവരോട് പറയാണ്, 3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് വേണ്ട ഫണ്ട് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. അതുകൊണ്ട് ആരും തന്നെ വിഷമിക്കേണ്ടതായിട്ടില്ല. നമ്മളുടെ റെവല്യൂഷനുമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം എന്ന് അദ്ദേഹം വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഒരു മെക്സിക്കൻ റെബല്ലിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിലും വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ബോക്സർ കൂടിയായിരുന്നു ഈ പറയുന്ന ഫിലിപ്പെ റിവേറ എന്ന് പറയുന്ന നമ്മളുടെ കഥാപാത്രം. അങ്ങനെ ഈ പറയുന്ന റെവല്യൂഷന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പോവുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പോയിട്ട് അവിടെ പല ബോക്സിംഗ് മാച്ചസിലും അദ്ദേഹം പങ്കെടുത്തിട്ട് ഒരുപാട് മാച്ചസ് അദ്ദേഹം വിൻ ചെയ്യാണ്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മാനേജറായിട്ടുള്ള ടോം എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ ഇദ്ദേഹം കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ്, എന്നാൽ വളരെയധികം ഈ പറയുന്ന ബോക്സിംഗ് വേൾഡുമായിട്ടൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അങ്ങനെ ഫിലിപ്പെ റിവേറയ്ക്ക് നല്ല ടാലൻറ്റ് ഉണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കരിയർ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതും ഇദ്ദേഹത്തിന് തോന്നിയിട്ട് ഇദ്ദേഹം ഈ പറയുന്ന ഫിലിപ്പെ റിവേറയെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാണ്, ബോക്സിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ ഫിലിപ്പെ റിവേറ ഒരുപാട് മാച്ചസിൽ ഫൈറ്റ് ചെയ്തു, ഒരുപാട് മാച്ചസ് വിൻ ചെയ്തു. അങ്ങനെ അദ്ദേഹം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബോക്സറായിട്ട് മാറി. എന്നാൽ നമ്മൾ പറഞ്ഞു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് അദ്ദേഹം ഈ ബോക്സിംഗ് ഫൈറ്റിംഗ് ഒക്കെ നടത്തുന്നത് അല്ലേ. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അമേരിക്കക്കാർക്ക് ഒരു മെക്സിക്കൻ കാരൻ തൻ്റെ നാട്ടിൽ വന്നിട്ട് വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബോക്സർ ആവുകയാണെന്ന് പറയുന്നത് അവർക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ എങ്ങനെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു സുപ്പീരിയോറിറ്റി നശിപ്പിക്കണം എന്നുള്ളതായിരുന്നു അമേരിക്കൻസിൻ്റെ ഒരു ഉള്ളിലെ വിചാരം എന്ന് പറയുന്നത്.
അങ്ങനെ ഒരിക്കൽ അദ്ദേഹം നമ്മുടെ ഫിലിപ്പെ റിവേര മിഷേൽ കെല്ലി എന്ന് പറയുന്ന ബോക്സിങ്ങിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. അയാളുടെ പേരാണ് ഈ മിഷേൽ കെല്ലി എന്ന് പറയുന്നത്. ഇയാളെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇയാൾ എന്താ ചെയ്തിരിക്കണതെന്ന് വെച്ചാൽ ന്യൂയോർക്കിൽ നിന്നും ഡാനി വാർഡ് എന്ന് പറയുന്ന ഒരു ബോക്സറെ കൊണ്ടുവന്നിട്ട് അടുത്തൊരു ബോക്സിംഗ് ഫൈറ്റ് ഇദ്ദേഹം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡാനി വാർഡിനെ വെച്ചിട്ട് ഒരു പുതിയ ഫൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിവരം അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഫിലിപ്പെ റിവേര അദ്ദേഹത്തെ കാണുന്നത്. എന്നാൽ ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഡാനി വാർഡിൻ്റെ കൂടെ മത്സരിക്കാൻ നിൽക്കുന്ന ഒപ്പോണൻറ്റിൻ്റെ കൈക്ക് എന്തോ പരിക്ക് പറ്റിയതിനാൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഫിലിപ്പെ റിവേരയ്ക്ക് ആ ഒരു ഓപ്പണൻ്റായിട്ട് മത്സരിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് മിഷേൽ കെല്ലിയുടെ അടുത്തേക്ക് ആര് വന്നിട്ടുള്ളത്? നമ്മളുടെ ഫിലിപ്പെ റിവേര വന്നിട്ടുള്ളത്. അങ്ങനെ മിഷേൽ കെല്ലി ഫിലിപ്പെ റിവേരയോട് ഓക്കെ പറയാണ്, നീ ഈ ഡാനി വാർഡുമായിട്ടുള്ള ഫൈറ്റിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ പരസ്പരം ഏറ്റുമുട്ടിക്കോളൂ എന്നുള്ള ആ ഒരു മറുപടി അദ്ദേഹം കൊടുക്കുകയാണ്. എന്നാൽ മിഷേൽ കെല്ലി ആക്ച്വലി പ്രൊമോട്ട് ചെയ്യുന്നത് ഡാനി വാർഡിനെയാണ്. കാരണം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം ഡാനി വാർഡ് ഈ ഫൈറ്റിൽ വിൻ ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരുപാട് ബെറ്റുകളൊക്കെ വെക്കുന്നുണ്ട്. നമ്മളുടെ ഫിലിപ്പെ റിവേര ഇതിനകത്ത് തോറ്റുപോകും എന്ന് പറഞ്ഞുകൊണ്ട് ബെറ്റൊക്കെ വെക്കുന്നുണ്ട്. ഓക്കെ, ഫിലിപ്പെ റിവേരയോട് ഓക്കെ പറഞ്ഞൊരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ക്യാരക്ടർ അദ്ദേഹം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ആക്ച്വലി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഡാനി വാർഡ് ജയിക്കണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഫിലിപ്പെ റിവേര ഈ മാച്ച് വിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഏകദേശം 17ാമത്തെ റൗണ്ട് എത്തുമ്പോഴാണ് അദ്ദേഹം നമ്മുടെ ഡാനി വാർഡിനെ പഞ്ച് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഈ പറയുന്ന അദ്ദേഹത്തെ തോൽപ്പിക്കുകയും പിന്നീട് അദ്ദേഹം വിൻ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഥയിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡെഡിക്കേഷനിൽ അദ്ദേഹം വിജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കഥയിൽ അവസാനമായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വിജയം എന്ന് പറയുന്നത് നമുക്കൊരു ഡിറ്റർമിനേഷനും അതുപോലെ തന്നെ നമ്മൾക്കൊരു കറേജും നമ്മൾ എന്തും സാക്രിഫൈസ് ചെയ്യാനുള്ള നമ്മൾക്കൊരു മനസ്സും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഫ്രീഡത്തിന് വേണ്ടിയിട്ടും ജസ്റ്റിസിന് വേണ്ടിയിട്ടും പോരാടാനുള്ള ഒരു ഇൻസ്പിറേഷനായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. അങ്ങനെ മാറാനായിട്ട് സാധിച്ച അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷണൽ ഫിഗറായിട്ട് മാറാൻ മറ്റുള്ളവരെ ഫ്രീഡത്തിനും ജസ്റ്റിസിനും വേണ്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സഹായിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഫിലിപ്പെ റിവേര എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിസ് കറേജ്, ഡിറ്റർമിനേഷൻ, സാക്രിഫൈസ് ആൻഡ് സ്ട്രോങ് സെൻസ് ഓഫ് ജസ്റ്റിസ് ഇൻസ്പയർഡ് അതേഴ്സ് ടു കണ്ടിന്യൂ ദ സ്ട്രഗിൾ ഫോർ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ്. അപ്പോൾ മെക്സിക്കൻ റെവല്യൂഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ മെക്സിക്കൻ റെവല്യൂഷനിൽ ഇവർക്ക് എന്ത് വേണം? മെക്സിക്കൻ പീപ്പിളിന് ഫ്രീഡം വേണം, ജസ്റ്റിസ് വേണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവർക്ക് ഫണ്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഇവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഇവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവുകയാണെങ്കിൽ പോലും ഇദ്ദേഹത്തെ പോലെ ഈ ഒരു റെവല്യൂഷനെ ഹെൽപ്പ് ചെയ്യാൻ കറേജും ഡിറ്റർമിനേഷനും ഒക്കെ ഉള്ള ഒരാൾ മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫ്രീഡത്തിലേക്കും ജസ്റ്റിസിലേക്കും മറ്റുള്ളവരെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ അതൊരു ഇൻസ്പിറേഷനാണ് എന്നുള്ളത് നമ്മൾ ഈ കഥയിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ഇത്രയാണ് ഈ കഥയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്